ടീച്ചർ അല്ലി സാർ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് സ്റ്റാൻലി സാർ ഒന്നും സംസാരിച്ച് നമ്മൾ കേട്ടില്ല. കേൾക്കുന്നുണ്ട്, കേൾക്കാവോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. പറയൂ, താങ്കളുടെ വിലയേറിയ അഭിപ്രായം പറഞ്ഞോളൂ. വിലയേറിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുവിനെയും അമ്പലത്തെയും ആനയെയും വെടിക്കെട്ടിനെയും കംപ്ലീറ്റ് ഹിന്ദു സംസ്കാരത്തെ അടിയോടെ ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇന്ത്യ അലയൻസ്, LDF, UDF, കമ്മി, കൊങ്കി, ജിഹാദി, ഇവാഞ്ചലിസ്റ്റ്, പ്രൊസ്റ്റിറ്റ്യൂട്ട്, ട്രാൻസ്ജെൻഡർ തുടങ്ങി മുഴുവൻ പേരും കൂടെ ചേർന്ന് നടത്തുന്നത്. ഈ പത്രലേഖകര് റിപ്പോർട്ടർ ടിവിയുടെ ആൾക്കാർ എങ്ങനെയാണ് ഈ ആൾക്കാർ പോകരുതാത്ത സ്ഥലത്ത് പോയി സൾഫറും മറ്റ് സാധനങ്ങളും അവിടെ ഇട്ട് അത് കത്തിച്ച് പൊട്ടിച്ചെന്നുള്ളത് NIA അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇവിടെ കുറെ പേര് ഉത്സവത്തിന് ആന വേണ്ട, പ്ലാസ്റ്റിക് ആന മതി, ഉത്സവത്തിന് വെടിക്കെട്ട് വേണ്ട, ഉത്സവത്തിന് എഴുന്നള്ളത്ത് വേണ്ട, അങ്ങനെ എല്ലാത്തിനും ഇവിടുത്തെ കുറെ വ്യാജ പരിസ്ഥിതിവാദികള്, വ്യാജ മൃഗസ്നേഹികള്, കംപ്ലീറ്റ് വ്യാജന്മാരുടെ ഒരു പട തന്നെയാണ് ഹിന്ദുക്കൾക്കെതിരായിട്ട് കേരളത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളുടെ എല്ലാ ആഘോഷങ്ങളും കൊള്ളത്തില്ല, മറിച്ച് അതിന് മൊത്തം മൃഗത്തിന് പ്രശ്നമാണ് എന്താണ് ഇവർ പറയുന്നത്. അതേ സമയത്ത് മൃഗങ്ങളെ അറക്കുന്നതിനോ പരിപാടിക്കോ ഒന്നും യാതൊരു പ്രശ്നമില്ലതാനും. അന്നേരം ബിരിയാണിയുടെ ടേസ്റ്റ് ആണ് മെയിൻ കാര്യം. ഇത് ഒരു വലിയൊരു അറ്റാക്ക്, ഹിന്ദുത്വം വലിയൊരു അറ്റാക്കിനെ നേരിടുകയാണ് കേരളത്തിൽ കംപ്ലീറ്റ്. അതിൻ്റെ അകത്ത് വളരെ സൂത്രത്തിൽ കേരളത്തിലെ എക്സിക്യൂട്ടീവ്, പോലീസ്, ജുഡീഷ്യറി, മീഡിയ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം സൂത്രത്തിൽ ഹിന്ദുവിനിട്ട് ഒരു കുഞ്ഞു ചവിട്ട്, ഹിന്ദുവിനിട്ട് ഒരു കുഞ്ഞു തള്ളു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഹിന്ദുക്കളുടെ സംഘടനകളെ, കരയോഗങ്ങളും എല്ലാ ജാതിപ്പെട്ട ആൾക്കാരും ഒന്നിച്ചു നിന്ന് ഈ അമ്പലത്തെ സംരക്ഷിക്കണം, ഉത്സവത്തിനെ സംരക്ഷിക്കണം, ആനയെ സംരക്ഷിക്കണം, വെടിക്കെട്ടിനെ സംരക്ഷിക്കണം, അമ്പലത്തിലെ ആചാരങ്ങളെ സംരക്ഷിക്കണം. ഇതിന് ഹിന്ദുക്കൾ തന്നെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറ്റത്തുള്ളൂ. ഞങ്ങളെ പോലുള്ള ക്രിസ്ത്യൻകൾക്ക് ഇതിനെ പിന്തുണയ്ക്കാനേ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ മുന്നിൽ നിൽക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ്. പ്രൗഡ് ഹിന്ദു, അഭിമാനിയായ ഹിന്ദു, അങ്ങനെ നിന്നാലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ മറ്റു സ്റ്റേറ്റുകളിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്നാണ് ഇതിനെ നേരിട്ട് ഡിഫീറ്റ് ചെയ്തത്. ഇപ്പൊ ബംഗാളി ഹിന്ദുവിനെ നോക്കിയ 70 വർഷത്തിന് ശേഷം അവര് തിരിച്ചു വരികയാണ്. മെയ് 5-ാം തീയതി ഇല്ലാണ്ടായി പോയി എന്ന് കരുതിയ ബംഗാളി ഹിന്ദു തിരിച്ചു വരികയാണ്. സ്വാമി വിവേകാനന്ദ നാട്ടിൽ, രവീന്ദ്രനാഥ ടാഗോറിന്റെ നാട്ടിൽ, സുഭാഷ് ചന്ദ്രബോസിന്റെ നാട്ടിൽ ബംഗാളി ഹിന്ദു തിരിച്ചു വരികയാണ്. തമിഴ്നാട് ഹിന്ദു തിരിച്ചു വരികയാണ്. കേരളത്തിലെ ഹിന്ദു മെയ് 5-ാം തീയതി അടിമയാകും. 1921 പോലെ 1770 തുടങ്ങി 99 പോലെ ടിപ്പുവിന്റെ പാര്യംകുന്നന്റെ കാലത്തെ പോലെ മെയ് 5-ാം തീയതി കേരളത്തിലെ ഹിന്ദുവിന് നേരിടേണ്ടി വരുന്നത് ജനസൈഡ് ആയിരിക്കും. മെയ് 4-ാം തീയതി 5-ാം തീയതി എഴുതി വെച്ചോളുക, കേരളത്തിലെ ഹിന്ദുവിന് നേരിടേണ്ടി വരുന്നത് ജനസൈഡ് ആയിരിക്കും. ഒരുമിച്ച് നിന്നില്ലെങ്കിൽ അമ്പലവും കാണില്ല, ഹിന്ദുവും കാണില്ല, ഹിന്ദുത്വവും കാണത്തില്ല, ഉത്സവം കാണത്തില്ല, ആനയും കാണത്തില്ല, വെടിക്കെട്ടും കാണത്തില്ല, ഒരു സാമാനവും കാണത്തില്ല. ഈ വിട്ടി സതീശനെയും രമേശൻ ചെന്നിത്തലയെയും വാർ റൂം വേണുഗോപാലിനെയും പിണറായി വിജയനെയും ഒക്കെ ജയിപ്പിക്കാൻ നടന്ന ഹിന്ദു ഇല്ലാണ്ടാകുകയാണ്. ക്രിസ്ത്യാനി പകുതി പേര്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പകുതി പേര് രക്ഷപ്പെട്ടു. ഇനി ഒരു പകുതിയും കൂടെ ഉണ്ട്, അവരടുത്ത ഫ്ലൈറ്റിന് കയറും. ക്രിസ്ത്യാനി കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അത് ഹിന്ദുക്കൾ മനസ്സിലാക്കണം. കാരണം കേരളം നശിപ്പിക്കപ്പെടുവാൻ പോകുന്നു. കേരളത്തെ ജിഹാദി ടേക്ക് ഓവർ ചെയ്യുന്നു, കേരളത്തെ കമ്മ്യൂണിസം ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ ക്രിസ്ത്യൻകൾ കേരളത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ്. വേറെ വഴിയില്ലാഞ്ഞിട്ടാ, ഇവിടെ താമസിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇത് നല്ല നാടല്ലാഞ്ഞിട്ടല്ല. ഇവിടുത്തെ ബാക്കി ഇന്ത്യയിലെ 29 സ്റ്റേറ്റിലെ ഹിന്ദുക്കൾക്കും വിവരം വെച്ചു. കേരളത്തിലെ ഹിന്ദുവിന് വിവരം വെക്കുന്നില്ലെന്നല്ല, കൂടെ ഉള്ളവന് വിവരം വെക്കാനും അവൻ സമ്മതിക്കത്തില്ല. ഒടുക്കത്തെ ഗാന്ധിസം, ഒടുക്കത്തെ സെക്യുലറിസം, ഒടുക്കത്തെ സോഷ്യലിസം, ഒടുക്കത്തെ കമ്മ്യൂണിസം, ഒടുക്കത്തെ സഹജീവി സ്നേഹം. ഒരു സാമാനത്തിന്റെ ആവശ്യമില്ല. പ്രൗഡ് ഹിന്ദു ആയിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇത് കേരളത്തിലെ ഈച്ച് ആൻഡ് എവരി ഹിന്ദു മനസ്സിലാക്കേണ്ട കാര്യമാണ്. 10-15 ദിവസവും കൂടെ ഇനിയുള്ളൂ. കേരളത്തിൽ ഹിന്ദു ഇല്ലാണ്ടാകാൻ പോവുകയാണ്. 10-15 ദിവസം കൂടെ. വോട്ടെടുപ്പിൽ തെറ്റിപ്പോയി, തെറ്റായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് കേരളത്തിലെ ഹിന്ദുവിന് ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല. തെറ്റിപ്പോയി, അത് ഫ്രീ കിട്ടും, ഇത് ഫ്രീ കിട്ടും, മറ്റേത് ഫ്രീ കിട്ടും, മറിച്ചേത് ഫ്രീ കിട്ടും എന്നുള്ള കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും LDFന്റെയും UDFന്റെയും ചക്കര വർത്തമാനത്തിൽ വീണുപോയ ഹിന്ദുവിന് ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല. സ്വന്തം സംസ്കാരവും വീടും കൂടും കുടുംബവും എല്ലാം ഇല്ലാണ്ടാകുന്ന അവസ്ഥയിലോട്ടാണ് ഹിന്ദു കേരളത്തിൽ പോകുന്നത്.
പലരും വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞു, ശശികല ടീച്ചർ പറഞ്ഞു, നമ്മുടെ സെൻകുമാർജി പറഞ്ഞു, ശ്രീലേഖ മാഡം പറഞ്ഞു, ജേക്കബ് തോമസ് പറഞ്ഞു, അനേകം IAS IPS കണ്ണന്താനംജി പറഞ്ഞു, അനേകം ആൾക്കാർ വന്ന് പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജറംഗ് ദളിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും BJPയുടെയും സംഘത്തിന്റെയും നേതാക്കന്മാർ പറഞ്ഞു. പക്ഷെ പ്രബുദ്ധത കൂടിയത് കാരണം അതൊന്നും കേട്ടില്ല. പകരം തീട്ടക്കമ്മികളും അടിമക്കൊങ്കികളും പറയുന്നത് കേട്ടാണ് കേരളത്തിലെ ഹിന്ദു ജീവിക്കുന്നത്. അതുകൊണ്ട് അമ്പലങ്ങൾ കത്തും, ഇതെന്താണ് ഈ വെടിക്കെട്ടുകൾ കത്തും, എല്ലാം കത്തും. അനേകം അമ്പലത്തിൽ കൃത്യമായിട്ടുള്ള അട്ടിമറി, വളരെ പ്ലാൻഡ് ആയിട്ട് ആൾക്കാർ ചെന്ന് സ്കെച്ച് ചെയ്ത് ഇത് എങ്ങനെ കത്തിക്കാവുന്നുണ്ട്, അതിന്റെ സാധനങ്ങളുമായിട്ട് പോയി. സൾഫർ തന്നെ കത്തുന്ന പല മെറ്റീരിയലും അവൈലബിൾ ആണ്. തന്നെ കത്തുന്ന ഏതോ ഒരു മെറ്റീരിയൽ ഈ റിപ്പോർട്ടൻ TVക്കാർ അതിന്റെ അകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കത്തിയിരിക്കുന്നത്. റിപ്പോർട്ടൻ TVക്കാര് തന്നെ കത്തുന്ന എന്തോ ഒരു മെറ്റീരിയൽ ഈ വെടിക്കെട്ട് പറയിൽ കൊണ്ടുപോയി വെച്ചു. അവർ പോയി കഴിഞ്ഞപ്പോൾ അത് തന്നെ ചൂടായിട്ട് കത്തി. സൾഫർ തന്നെ കത്തും, വേറെ പല സാധനങ്ങളുണ്ട് തന്നെ കത്തുന്ന മെറ്റീരിയലുകൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് NIA ഇത് അന്വേഷിക്കണം. എന്തിനാണ് മീഡിയ അവിടെ പോയത്? മീഡിയയ്ക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. അപ്പൊ ഇത് കത്തിക്കാൻ വേണ്ടി തന്നെയാണ് മീഡിയ അവിടെ പോയത്. ഈ ഉത്സവം മുടക്കാൻ വേണ്ടിയാണ് അവിടെ പോയത്. ആനയെ എഴുന്നള്ളിക്കാൻ പറ്റത്തില്ല, ആനയ്ക്കെതിരെ കേസ്. ആന കരിവീരൻ, ആന എന്ന് പറയുന്നത് കേരളത്തിന്റെ ചിഹ്നമാണ്, ഉത്സവത്തിന്റെ അടയാളമാണ്. ആനയില്ലെങ്കിൽ എന്താ ഉത്സവം ഇരിക്കുന്നത്? നമ്മളെ ഉത്സവത്തിന് പോകുന്നതിന്റെ ഫസ്റ്റ് തന്നെ ആനയെ കാണാനാണ്. എല്ലാവരും പിള്ളേരും എല്ലാവരും പോകുന്നത് ആനയെ കാണാനാണ്. ആനയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഉത്സവം ഉണ്ടോ? അപ്പൊ ആത്യന്തികമായിട്ട് ആനയല്ല ലക്ഷ്യം, വെടിക്കെട്ടല്ല ലക്ഷ്യം. ലക്ഷ്യം ഹിന്ദുവാണ്. ആന ഇല്ലാണ്ടാക്കുക, വെടിക്കെട്ട് ഇല്ലാണ്ടാക്കുക ഉള്ളതല്ല ലക്ഷ്യം. ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ത്യ അലയൻസിന്റെ ലക്ഷ്യം. അമ്പലം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആചാരങ്ങൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ ഇതൊക്കെ പറയേണ്ടത് ഇവിടെ ക്ലബ് ഹൗസിലല്ലായിരുന്നു. ഒരു 30 ദിവസം മുമ്പ് ഇലക്ഷൻ മീറ്റിംഗിലായിരുന്നു. 140 കാൻഡിഡേറ്റ്സിൽ ഒരാൾ പോലും ഇത് പറഞ്ഞില്ല. ഞാൻ പറയാൻ വേണ്ടി നാട്ടിൽ വന്നു, എന്നോട് പറഞ്ഞു പറയരുതെന്ന് പറഞ്ഞു. സ്റ്റാൻലി സാറൊക്കെ വർഗീയത പറഞ്ഞാൽ കിട്ടുന്ന വോട്ടെല്ലാം പോകും, അതുകൊണ്ട് ദയവ് ചെയ്ത് മൈക്ക് എടുത്ത് പ്രസംഗിച്ചേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷം, ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വന്ന് ജോലി കയറി. നമുക്ക് അവിടെ പാർട്ടിയെ ധിക്കരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നും പാർട്ടിയുടെ അനുസരണയുള്ള ലോയൽ ഭടനാണ്. പാർട്ടി കൂട്ട് വർഗീയതയൊന്നും പറയേണ്ട. ഗാന്ധിസം കൊണ്ട് 140 സീറ്റും കിട്ടും. വർഗീയത പറഞ്ഞാൽ നമ്മുടെ 140 സീറ്റും തോറ്റു പോകുന്നൊക്കെയാണ് പല കണ്ടുപിടുത്തങ്ങളും പലരും നടത്തിയിരിക്കുന്നത്. ഏതൊക്കെയാലും മെയ് 5-ന് ശേഷം പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. ഗാന്ധിസം കൊണ്ട് കേരളം പിടിക്കാൻ ഇറങ്ങിയവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഗാന്ധിസം കൊണ്ട് കേരളം ജയിക്കാമെങ്കിൽ നല്ല കാര്യം, വളരെ നല്ല കാര്യം. നമുക്ക് അതിന്റെ തോരെ എതിരുമില്ല, ജയിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഞാനിപ്പം പ്രസംഗിച്ച ഈ പ്രസംഗം കഴിഞ്ഞ 30 ദിവസം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ പ്രസംഗ പീഠങ്ങളിൽ അലയടിക്കേണ്ടതായിരുന്നു. ആരും പറഞ്ഞില്ല. പറയാൻ ധൈര്യമുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചുമില്ല. പറയാൻ വന്നവരെ തടയുകയും ചെയ്തു. അതുകൊണ്ട് ഇതിനൊരു പൊളിറ്റിക്കൽ സൊല്യൂഷനേ ഉള്ളൂ. കേരളത്തിലെ ഹിന്ദുക്കൾ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പൊളിറ്റിക്കൽ സൊല്യൂഷനേ ഉള്ളൂ. ബംഗാൾ ഹിന്ദു മടങ്ങി വരുന്നു. 70 വർഷം അടിമയായി കഴിഞ്ഞ ബംഗാൾ ഹിന്ദു തിരിച്ചു വരുന്നു. 70 വർഷം അടിമയായി കഴിഞ്ഞ തമിഴ്നാട് ഹിന്ദു തിരിച്ചു വരുന്നു. ശ്രീമാൻ അണ്ണാമലയുടെ യോഗങ്ങൾ കാണണമായിരുന്നു, അണ്ണാമലയുടെ പ്രസംഗം കേൾക്കണമായിരുന്നു. അണ്ണാമലയുടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രചരണ ചുമതല അണ്ണാമലയ്ക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അണ്ണാമലയുടെ പ്രസംഗം കേൾക്കണമായിരുന്നു. നരേന്ദ്രമോദിജിയുടെ പ്രസംഗം കേൾക്കണമായിരുന്നു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരെ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കാണണം. പറയേണ്ട കാര്യങ്ങൾ ധൈര്യപൂർവ്വം പറയുക. ശത്രുവിനെ ശത്രുവാണെന്നും ശത്രു കാണിക്കുന്നത് തെമ്മാടിത്തരമാണെന്നും ശത്രു തെണ്ടിത്തരം കാണിച്ചാൽ അവനെ തെണ്ടി എന്ന് വിളിക്കാനുള്ള തന്റെ നേതാക്കന്മാർ കാണിച്ചേ പറ്റത്തുള്ളൂ. ഇത്രയും പേടിയുള്ളവരൊക്കെ എന്തിനാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്? ഇത്രയും പേടി, ഇത്രയും വെണ്ണ ഈ പരുവത്തില് ഞാൻ കേരളത്തിലെ കാൻഡിഡേറ്റ്സിനോടൊക്കെ പല ശ്രമിച്ചു. അതെ, ആരും വിമർശിക്കണ്ട. ഓഹോ, LDF-നെ വിമർശിക്കണ്ട, UDF-നെ വിമർശിക്കണ്ട, കോൺഗ്രസിനെ വിമർശിക്കണ്ട, കമ്മ്യൂണിസ്റ്റിനെ വിമർശിക്കണ്ട, SDPയെയും PF-യെയും ലീഗിനെ വിമർശിക്കണ്ട, ആരെയും വിമർശിക്കണ്ട. ശരി, ആയിക്കോ. നമുക്കാണോ നിർബന്ധം? ആരെയും വിമർശിക്കാതെ ജയിക്കാമെങ്കിൽ നല്ല കാര്യം. ഞാൻ പഠിച്ച രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ ബാക്കി 27 സ്റ്റേറ്റിലും BJP ജയിച്ചത് വിമർശിച്ചും തെറി പറഞ്ഞും ഫൈറ്റ് ചെയ്തും എക്സ്പോസ് ചെയ്യുന്നവനെ എക്സ്പോസ് ചെയ്തുകയും ഭീഷണിപ്പെടുത്തുന്നവനെ ഭീഷണിപ്പെടുത്തിയും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് BJP ഇന്ത്യ പിടിച്ചതും മറ്റ് സ്റ്റേറ്റുകളിൽ ജയിക്കുന്നതും. ഇപ്പോൾ ബംഗാളിൽ ജയിക്കുന്നതും തമിഴ്നാട്ടിൽ ജയിക്കുന്നതും പോണ്ടിച്ചേരിയിൽ ജയിക്കുന്നതും ആസാമിൽ ജയിക്കുന്നതും BJP പൊരുതി തന്നെയാണ്. ഗാന്ധിസം കൊണ്ടല്ല.
ഈ 5 സ്റ്റേറ്റിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമേ ഗാന്ധിസം പറഞ്ഞുള്ളൂ. ബാക്കി 4 സ്റ്റേറ്റിലും BJP ഗാന്ധിസം പറഞ്ഞിട്ടില്ല. ശക്തമായ ഹിന്ദുത്വം, ശക്തമായ ദേശീയത, അതിശക്തമായ നാഷണലിസം, അതിശക്തമായ വിമർശനം, അബ്യൂസീവ് ആയിട്ടുള്ള വിമർശനം. അങ്ങനെ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 5 വർഷവും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് 5 വർഷം കഴിയുമ്പോൾ അമ്പലം കാണുമോ, ഹിന്ദു കാണുമോ, ആചാരം കാണുമോ എന്നുള്ളതൊക്കെ അന്നേരം ആലോചിക്കാം. എന്താണേലും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ശ്രീ നരേന്ദ്രമോദിജിയും യോഗിജിയും ഒക്കെ ഡൽഹിയിൽ വരുന്നു. അതുകൊണ്ട് തൽക്കാലം കേരളം ആസാദ് കേരളം ആകത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളല്ല, ഒറ്റ കാര്യം കേരളത്തിലൊരു തീരുമാനം എടുക്കണം. മൈക്ക് കൈ കിട്ടിയാൽ എതിരാളിയെ തെറി പറയാൻ കപ്പാസിറ്റി ഉള്ളവന് മാത്രമേ 140 മണ്ഡലത്തിലും സീറ്റ് കൊടുക്കാവുള്ളൂ. എതിരാളിയെ തഴുകുന്നവനെ കയറ്റി നിർത്തിക്കൊണ്ട് കാര്യമില്ല. എതിരാളിയെ ശുദ്ധ അസഭ്യം, ശുദ്ധ തെറി പറയാൻ പറ്റുന്ന 140 പേരെ കണ്ടുപിടിക്കുക. 5 വർഷം സമയമുണ്ട്. അതല്ലാതെ കൈ രണ്ടും കാലിന്റെ ഇടയ്ക്ക് തിരികെ ഞാൻ വന്നാൽ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, ഇതൊന്നും അല്ല ജനത്തിന് ആവശ്യം. സംരക്ഷണമാണ്, സുരക്ഷിതത്വമാണ് ജനത്തിന് ആവശ്യം. അവന്റെ അഭിമാനമാണ് ജനത്തിന് ആവശ്യം. അവന്റെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. മറ്റേ റേഷൻ കടയിൽ കൂടി അരി കൊടുക്കാനൊക്കെ നരേന്ദ്രമോദിജിക്ക് അറിയാം. അദ്ദേഹം അത് കൊടുക്കുന്നുണ്ട്. ചാകാണ്ടിരിക്കാനുള്ള പരിപാടി, വില കുറഞ്ഞ മരുന്ന്, നല്ല ഭക്ഷണം, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് 12 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. അതല്ല പ്രശ്നം. 10 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ 10 ദിവസം കഴിഞ്ഞ് പറയാനിരുന്ന, ഇന്നിപ്പോ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്താണേലും മെയ് 4 വൈകുന്നേരം കാണാം.